നമസ്കാരം. ശബരിമല സ്വർണ്ണക്കൊള്ള അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘം SIT ക്ഷേത്രത്തിലെ കൊടിമരം 2017 മാറ്റിയത് അന്വേഷിക്കുന്നത് തന്ത്രി കണ്ഠരര് രാജീവർ രക്ഷപ്പെടാതിരിക്കാൻ വേണ്ടിയാണ്. കാരണം പ്രത്യക്ഷത്തിൽ തന്ത്രിയെ കുടുക്കാൻ ശക്തമായ തെളിവുകളുണ്ട്. അറസ്റ്റിലായ തന്ത്രി കണ്ഠരര് രാജീവരുടെ വീട്ടിൽ നിന്ന് പഴയ കൊടിമരത്തിന് മുകളിൽ ഉണ്ടായിരുന്ന വാജി വാഹനം കസ്റ്റഡിയിലെടുത്ത് കോടതിയിൽ ഹാജരാക്കിയത് ഇതിന്റെ ഭാഗമായാണ്. കൊടിമരമുള്ള ക്ഷേത്രങ്ങളിലെല്ലാം കൊടിമരത്തിന്റെ മുകളിൽ ഒരു ബിംബമുണ്ടാകും. ആ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയുടെ വാഹനമായിരിക്കും അത്. ഇതിനെയാണ് വാജി വാഹനം എന്ന് വിളിക്കുന്നത്. ശബരിമലയിലുള്ളത് കുതിരയുടെ ശില്പമാണ്. അയ്യപ്പന്റെ വാഹനം കുതിരയാണ്. പക്ഷെ പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് പുലിയാണ് വാഹനമെന്നാണ്. പന്തളം കൊട്ടാരത്തിലേക്ക് പുലിയുടെ പുറത്തു കയറി അയ്യപ്പൻ പുലിപ്പാലുമായി വന്നുവെന്ന് മാത്രമാണ് ഐതിഹ്യം. 2017 കൊടിമരം മാറ്റി സ്ഥാപിച്ചപ്പോൾ പ്രയാർ ഗോപാലകൃഷ്ണനായിരുന്നു ദേവസ്വം പ്രസിഡന്റ്. കൊടിമരം മാറ്റി സ്ഥാപിച്ച ചടങ്ങുകൾക്ക് നേതൃത്വം നൽകിയിരുന്നത് രാജീവരാണ്. വിശ്വാസപരമായി തന്ത്രിയുടെ അവകാശം എന്ന നിലയിലാണ് പ്രയാർ ഗോപാലകൃഷ്ണൻ പ്രസിഡന്റായ അന്നത്തെ ദേവസ്വം ബോർഡ് വാജി വാഹനം തന്ത്രിക്ക് കൈമാറിയത്. 11 കിലോഗ്രാമോളം ഭാരമുള്ള ലോഹശില്പമാണിത്. സ്വർണം പൂശിയതാണെന്നാണ് നിഗമനം. പുതിയ കൊടിമരം സ്ഥാപിച്ചപ്പോൾ സ്വർണം പൂശിയ പഴയ കൊടിമരത്തിലെ പാളികളും ശില്പങ്ങളും സമാന രീതിയിൽ കൊള്ള ചെയ്തോ എന്നാണ് അന്വേഷിക്കുന്നത്. 2017 കൊടിമരം മാറ്റുന്നതെങ്കിലും ഇതിനു പിന്നിൽ വ്യക്തമായ ഗൂഢാലോചന നടത്തിയിരുന്നു. ഇതിനും വർഷങ്ങൾക്ക് മുൻപ് ശബരിമലയിലെ കൊടിമരം ഒരു സുപ്രഭാതത്തിൽ നിറം മങ്ങുകയായിരുന്നു. ആ സമയത്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് രാജഗോപാലൻ നായരായിരുന്നു. ഇടതുപക്ഷ സർക്കാരിന്റെ കാലത്ത് തന്നെയാണ് കൊടിമരത്തിന് നിറം മങ്ങിയെന്ന രാജഗോപാൽ നായരുടെ വാദം. പിണറായി വിജയന്റെ വിശ്വസ്തനായിരുന്നു അഡ്വക്കേറ്റ് രാജഗോപാലൻ നായർ. കൊടിമരത്തിന്റെ നിറം മങ്ങിയതോടെ ശബരിമലയിൽ ഒരു ദേവപ്രശ്നം നടത്തി. പക്ഷേ പൊതുവെ പരസ്യമാക്കി വെക്കാറുള്ള ദേവപ്രശ്നം അതീവ രഹസ്യമായാണ് അന്ന് നടത്തിയത്. അന്ന് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന വ്യക്തി ഏറ്റുമാനൂർ കൊടിമരം മാറ്റിവെക്കൽ വിവാദത്തിൽപ്പെട്ടയാളായിരുന്നു. ഇയാൾ രാജഗോപാലൻ നായരുടെ അതിവിശ്വസ്തൻ കൂടിയായിരുന്നു. ഇയാളാണ് ദേവപ്രശ്നത്തിന് മുൻകൈ എടുത്തിരുന്നത്. എന്നാൽ ദേവസ്വം ബോർഡ് പോലും ഇത് ഔദ്യോഗികമായി അറിഞ്ഞില്ല എന്നതാണ് വാസ്തവം. അന്ന് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറുടെ വലങ്കയായി നിന്നത് ഒരു മുൻ റിട്ടയേർഡ് DYSP ആയിരുന്നു. ഈ റിട്ടയേർഡ് DYSP ശബരിമലയിലെ ലൈസൺ ഓഫീസറായിരുന്നു. ഈ വിവാദത്തോടെ ഈ ഉദ്യോഗസ്ഥരെയെല്ലാം സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. അന്ന് തന്നെ കൊടിമരവുമായി ബന്ധപ്പെട്ട് ചില സംശയങ്ങളും ഉയർന്നിരുന്നു. ഇതാണ് 2017 വീണ്ടും വരുന്നത്. ഹൈദരാബാദിലെ ഒരു സ്പോൺസറാണ് കൊടിമരം വീണ്ടും സ്വർണം പൂശിക്കൊടുത്തത്. ഇങ്ങനെ സ്വർണം പൂശുമ്പോൾ പഴയ കൊടിമര അവശിഷ്ടം ദഹിപ്പിച്ചു കളയണം എന്നാണ് വിശ്വാസം. എന്നാൽ ഈ കൊടിമരത്തിലെ വാജി വാഹനവും ചില ശില്പങ്ങളും ദഹിപ്പിക്കാതെ തന്ത്രിക്ക് കൊടുത്തുവെന്നാണ് പറയുന്നത്. സ്വർണ്ണക്കൊള്ള വിവാദം വന്നപ്പോൾ ഈ വാജി വാഹനം കൈമറിഞ്ഞു പോയെന്ന് മറുനാടൻ മലയാളിയാണ് ആദ്യമായി റിപ്പോർട്ട് ചെയ്തത്. ഹൈദരാബാദിലെ സ്പോൺസറുടെ കയ്യിൽ ഈ വാജി വാഹനം ഉണ്ടെന്നായിരുന്നു മറുനാടന്റെ വാർത്ത. എന്നാൽ പിന്നീട് ഇത് എന്റെ കയ്യിലുണ്ടെന്ന് തന്ത്രി തന്നെ പറഞ്ഞു. തന്ത്രിയും സഹചാരികളും പറഞ്ഞത് വാജി വാഹനം തന്ത്രി കുടുംബത്തിന് അവകാശപ്പെട്ടതാണെന്നായിരുന്നു. പക്ഷേ മറുനാടൻ വാർത്ത കൊടുത്ത് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ വാജി വാഹനം എന്റെ വീട്ടിലുണ്ടെന്നും ഇത് തിരിച്ചെടുക്കണമെന്നും ആവശ്യപ്പെട്ട് ദേവസ്വം ബോർഡിന് തന്ത്രി കണ്ഠരര് രാജീവര് കത്ത് കൊടുത്തു. ഈ കത്താണ് തന്ത്രിക്ക് കുരുക്കാകുന്നത്. അവകാശമുണ്ടെങ്കിൽ പിന്നെ എന്തിന് രാജീവര് ഇത് തിരിച്ചെടുക്കണമെന്ന് പറഞ്ഞ് കത്തുകൊടുത്തു. പക്ഷേ ബോർഡ് അത് ഏറ്റെടുക്കാൻ തയ്യാറായില്ല. യഥാർത്ഥത്തിൽ ഈ വാജി വാഹനം ഇരുന്നത് ഹൈദരാബാദിലെ ഈ വലിയ ഗ്രൂപ്പിന്റെ സ്പോൺസറുടെ കയ്യിലാണ്. പോലീസ് എത്തുമെന്ന് ഭയന്ന് അവർ തന്ത്രിക്ക് കൊടുക്കുകയായിരുന്നു. പക്ഷേ ഈ കാര്യങ്ങളൊന്നും തന്നെ തന്ത്രി പുറത്തു പറഞ്ഞില്ല. അതാണ് തന്ത്രി കുടുങ്ങാൻ കാരണം. തന്ത്രി എന്തുകൊണ്ട് ഇക്കാര്യങ്ങൾ മറച്ചുവെച്ചു എന്നത് ഉയരുന്നൊരു പ്രധാന ചോദ്യം തന്നെയാണ്. തിരുവാഭരണ പട്ടികയിലുള്ള വാജി വാഹനം ചട്ടപ്രകാരം തന്ത്രിക്ക് നൽകാൻ കഴിയുമോ എന്നും അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. കൊടിമരവുമായി ബന്ധപ്പെട്ട് നടന്ന സ്പോൺസർഷിപ്പ് ഇടപാടുകൾ എന്തൊക്കെ, സ്വർണ്ണക്കൊള്ള കേസിലെ മുഖ്യപ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇതിൽ ബന്ധമുണ്ടോ എന്നീ കാര്യങ്ങളും അന്വേഷണ പരിധിയിലുണ്ട്. കൊടിമരത്തിൽ നിന്ന് മാറ്റിയ അഷ്ടദിക്പാലകരുടെ ശില്പങ്ങൾ എവിടെയെന്നതിന് വ്യക്തമായ രേഖകളൊന്നുമില്ലെന്ന് സൂചനയുണ്ട്. ശബരിമല ക്ഷേത്രത്തിൽ സ്വർണം പൊതിഞ്ഞ 2008, 2009 മുതലുള്ള കാര്യങ്ങളെല്ലാം അന്വേഷിക്കാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചതോടെയാണ് കൊടിമര മാറ്റവും അന്വേഷിക്കുന്നത്.